നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നവർക്കായി യൂട്യൂബ് ഒരു അടിപൊളി അപ്ഡേറ്റ് കൊണ്ടുവന്ന വിവരം എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അതെന്താണെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. അപ്പോൾ ധാരാളം പേര് ഷോർട്സിന് ഒട്ടും വ്യൂസ് വരുന്നില്ല എന്ന് ഒരുപാട് പരാതി പറയുന്നുണ്ടായിരുന്നു. ഇനി ഈ പരാതി നിങ്ങൾ പറയില്ല. നിങ്ങളുടെ ഷോർട്സിന് ലക്ഷക്കണക്കിന് വ്യൂസ് ആയിരിക്കും വരിക. ഈ ഷോർട്സ് ഫീച്ചർ ആദ്യം യൂട്യൂബ് എന്തിനാണ് കൊണ്ടുവന്നതെന്നറിയാമോ? ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലുമൊക്കെ റീൽസ് എന്ന് പറയുന്ന ഒന്നുണ്ട്. അപ്പോൾ ആ റീൽസ് വന്നിട്ട് വളരെയധികം ഓഡിയൻസിനെ ആകർഷിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതിന് പകരമായിട്ടാണ് യൂട്യൂബ് വന്നിട്ട് ഈ ഷോർട്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൊണ്ടുവന്നത്. കാരണം ഓഡിയൻസിനെ കൈവിടാതിരിക്കാനാണ് ഷോർട്സ് യൂട്യൂബ് കൊണ്ടുവന്നത്. അപ്പോൾ റീൽസിന് പെട്ടെന്ന് തന്നെ വ്യൂസ് കയറുന്നുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. പക്ഷേ ഷോർട്സിന് അങ്ങനെയല്ല. ഇങ്ങനെ വരുമ്പോഴേക്കും ക്രിയേറ്റേഴ്സിന് മനസ്സ് മടുക്കുകയും ഈ കഷ്ടപ്പെട്ടൊക്കെ ഇങ്ങനെ ഷോർട്സൊക്കെ ചെയ്തിട്ട് അതിന് വ്യൂസ് ഒന്നും വന്നില്ലെങ്കിൽ പിന്നെ ഇതിനേക്കാളും നല്ലത് വല്ല റീൽസും ചെയ്താൽ കൂടുതൽ വ്യൂസെങ്കിലും വരുമല്ലോ എന്ന് കരുതി അവർ മറ്റു പ്ലാറ്റ്ഫോമിലോട്ട് പോകാനായിട്ട് തയ്യാറാകും. മാനസികമായിട്ട് മടുത്ത് ഷോർട്സ് ചെയ്യുന്നതിൽ നിന്ന് പിന്മാറും. അപ്പോൾ യൂട്യൂബിന് മനസ്സിലാകും അതിൻ്റെ ഓഡിയൻസ് വേറൊരു പ്ലാറ്റ്ഫോമിൽ പോയാൽ പിന്നെ യൂട്യൂബിന് തന്നെ സ്വന്തം കാര്യത്തിൽ നഷ്ടം വരും. അതുകൊണ്ടാണ് ഇങ്ങനെ യൂട്യൂബ് പുതിയ ഓരോരോ ഫീച്ചേഴ്സൊക്കെ കൊണ്ടുവന്ന് ക്രിയേറ്റേഴ്സിന് പിടിച്ച് നിർത്താനായിട്ടും ഓഡിയൻസിനെ കൊണ്ടുവരാനായിട്ടും വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ക്രിയേറ്റേഴ്സിന് അടിപൊളിയായിട്ടുള്ളൊരു അപ്ഡേറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, 1000 സബും 10 മില്യൺ ഷോർട്ട് വ്യൂസും ഉള്ള ക്രിയേറ്റേഴ്സിനാണ് ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും അവരുടെ ഷോർട്സ് ചാനലൊക്കെ മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൻ്റെ കാര്യം അറിയുമ്പോഴേക്കും നമ്മുടെ ഫാമിലി വളരെ സന്തോഷിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കിയിരിക്കണം അതെന്താണ് ഈ കാര്യം, ഈ ഫീച്ചർ എന്നുള്ളത് നമ്മൾക്ക് നോക്കാം. അതായത് ഇനി ഷോർട്സിന് വ്യൂസ് ഇല്ല എന്ന പരാതി തീരാൻ പോവുകയാണ്. റീൽസിനെ കുറിച്ച് പറയുമ്പോഴേക്കും സാധാരണ നമ്മൾ ഈ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴേക്കും ഏത് വീഡിയോ ആണോ പ്ലേ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് വ്യൂസ് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ യൂട്യൂബിലെ ഷോർട്സ് അങ്ങനെയല്ല. 3 സെക്കൻഡിന് മുകളിൽ ഷോർട്സ് കണ്ടാൽ മാത്രമേ അതിൽ ഒരു വ്യൂ കൗണ്ട് ആകുകയുള്ളൂ. ഇപ്പോൾ സ്വൈപ്പ് ചെയ്ത് നമ്മൾ പോകുമ്പോഴേക്കും 3 സെക്കൻഡ്സിന് താഴെയാണ് ഇത് നമ്മൾ കാണുന്നതെങ്കിൽ അത് വ്യൂസിൻ്റെ കൗണ്ട് വരില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3 സെക്കൻഡ്സിന് മുകളിൽ ഷോർട്സ് കണ്ടാൽ മാത്രമേ ഒരു വ്യൂ അതിന് ആഡ് ആകുകയുള്ളൂ. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല. റീൽസ് പോലെ തന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴും ഈ വ്യൂസ് ആഡ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ടോട്ടലായിട്ട് എത്ര വ്യൂസാണ് വരുന്നത് എന്നുള്ളത് നമ്മൾക്ക് യൂട്യൂബിൻ്റെ അനലിറ്റിക്സിൽ പോയാൽ മനസ്സിലാകും. അപ്പോൾ ടോട്ടൽ വ്യൂസ് എത്രയാണ്, എൻഗേജ്മെൻറ്റ് വ്യൂസ് എത്രയാണ്, എത്ര പേരത് ആക്ച്വലായിട്ട് കാണുന്നു എന്നൊക്കെ നമുക്ക് അനലിറ്റിക്സിൽ പോയാൽ ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ യൂട്യൂബിൻ്റെ വളരെ നല്ലൊരു അപ്ഡേറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതുവഴി തീർച്ചയായിട്ടും ഷോർട്സ് ചെയ്യുന്നവർക്കൊക്കെ ഇനി ധാരാളം വ്യൂസ് യൂട്യൂബ് വാരിക്കോരി കൊടുക്കുന്ന ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇപ്പോൾ കഴിയുന്നത് ഞാൻ എന്നും കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സൊക്കെ മറക്കാതെ വീഡിയോസ് കാണുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുമായിട്ടും നിങ്ങളെ ഉടനെ കാണാം. അതുവരെ ബൈ.